വെൽക്കം ടു ചോക്ക് ആൻഡ് പെൻസിൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഓംസ് ലോ അതിനകത്ത് ഒരു ഡി സി വോൾട്ടേജ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഡി സി വോൾട്ടേജ് സോഴ്സ് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന 3 പാരാമീറ്റേഴ്സാണ് ഉള്ളത്. ആ 3 പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് ഞാൻ എഴുതാം. അതിനകത്ത് ഒരെണ്ണമാണ് എന്തെന്ന് പറയുന്നത് വോൾട്ടേജ്, രണ്ടാമത്തതാണ് എന്തെന്ന് പറയുന്നത് കറണ്ട്, ദെൻ മൂന്നാമത്തതാണ് എന്ത് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്തു പോകുന്ന ഈ കറണ്ട് ദാറ്റ് ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റൻസ് there exists a voltage relationship. അപ്പോൾ അതായത് ഒരു റെസിസ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് ആ റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആക്ച്വലി ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു കറണ്ട് ഒരു റെസിസ്റ്റൻസിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അതായത് അത് ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കണ്ടക്ടറിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ എടുത്തിട്ടുണ്ട്. ഇതൊരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. സാധാരണയായിട്ട് കറണ്ട് പാസ് ചെയ്യുന്നത് മെറ്റൽസിലൂടെയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ മെറ്റൽസ് എന്താണ് കണ്ടക്ടേഴ്സ് ആണ്. അപ്പോൾ ഈ കണ്ടക്ടേഴ്സിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് എടുത്തേക്കണേ. ഈ കണ്ടക്ടറിലൂടെയാണ് എന്ത് പോകുന്നത് ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ കണ്ടക്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? ആ പോകുന്ന കറണ്ടിന് ഒപ്പോസ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ എന്താ പറഞ്ഞത്? കറണ്ട് ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ആൻഡ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. ഈ 2 ഫാക്ടേഴ്സ് അല്ലേ പറഞ്ഞേ. അതിനകത്ത് കറണ്ട് ഫ്ലോ ത്രൂ ദ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ്. അപ്പോൾ ഏതൊരു കണ്ടക്ടറിനും എന്തുണ്ടാവും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ ഈ റെസിസ്റ്റൻസിന് എക്രോസ് ഉള്ള വോൾട്ടേജ്, അതാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഒരു DC വോൾട്ടേജ് സോഴ്സ് ആകുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിലേഷൻഷിപ്പാണ് എന്ത് കറണ്ട് ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഫ്ലോ ത്രൂ ദ റെസിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അതിന് ഓംസ് ലോയുടെ റിലേഷനാണ് I is equal to എന്തെന്ന് പറയുന്നത് V/R എന്ന് പറയുന്നത്. ഇതാണ് I is equal to V/R. ദെൻ നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? V is equal to IR എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടും. ഇതാണ് ശരിക്കും എന്ത് ഓംസ് ലോയുടെ റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഇക്വേഷനെ പിന്നെയും റീഅറേഞ്ച് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കാം? ഓംസ് ലോന് വേറൊരു ഇക്വേഷനും കൂടി കണ്ടുപിടിക്കാം. അത് ഏതാണ്? R is equal to V/I എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് അതും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം 3 ഇക്വേഷനാണ്. V is equal to IR, R is equal to V/I, I is equal to V/R. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുമ്പോഴത്തേക്കും ഈ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ഓർന്ന് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എന്ത് ചെയ്യും? ഇതിനെ നമ്മളൊരു സർക്കിളിൽ വരച്ചിട്ട് V/I ദെൻ R എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഇതിൽ നിന്ന് നമുക്ക് റിലേഷൻ എടുക്കാം. ഈ സർക്കിൾ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. V ഉണ്ട്, I ഉണ്ട്, R ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും എന്താണ്? V is equal to I into R. അപ്പം എന്താണ്? IR. ദെൻ നമുക്കിപ്പോൾ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കണമെങ്കിൽ ആറിന് മറിച്ച് പോകുക. അപ്പോൾ എന്താണ്? V/I എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കിട്ടും. ദെൻ നിങ്ങൾക്ക് I ആണ് വേണ്ടത്. I ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ്? V/R വരും. ഓക്കെ, അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാനിത് റബ്ബ് ചെയ്യണേണ്.
അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഓംസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് V = IR എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു കോഡായിട്ട് നമുക്ക് പറയാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. അതിനെയാണ് നമ്മൾ V = IR എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻസ് നമ്മൾ പല പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ 3 ഫാക്ടേഴ്സ് ഏതെങ്കിലും ഒന്നൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് എന്താണ് V ഇവിടെ എഴുതുക, ദെൻ I, ദെൻ R. അപ്പം നിങ്ങൾക്ക് V ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾറെഡി അറിയാം V = IR. ദെൻ R ആണ് കണ്ടുപിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് V/I ആണ്. ദെൻ I ആണെന്നുണ്ടെങ്കിൽ V/R ആണ്. ഓക്കെ, I ആണെന്നുണ്ടെങ്കിൽ V/R ആണ്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V = IR ആണ്. അങ്ങനെ നമുക്ക് ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്തു പോകുന്ന കറണ്ട്, ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആൻഡ് ദെൻ ദ കണ്ടക്ടറിന്റെ വോൾട്ടേജ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് എഴുതിയ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ ദ റെസിസ്റ്റൻസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ, അതായത് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്, അതാണ് ഒരു റിലേഷൻഷിപ്പ്. ആര് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഒരു DC വോൾട്ടേജ് സോഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്? ഓംസ് ലോ എന്ന് പറയുന്നത്. അപ്പം എഴുതിയത് എന്താണ്? ഇത് തന്നെ ഇക്വേഷനാണ് നമ്മൾ എഴുതിയത്. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനനുസരിച്ച് I = V/R എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു റിലേഷൻ എടുക്കാമല്ലോ. അതായത് കറണ്ട്, ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്തു പോകുന്ന കറണ്ട് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. അപ്പോൾ ഓംസ് ലോയിൽ നമുക്ക് എന്ത് പറയാം? എ കറണ്ട് ദാറ്റ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് എന്ന് എങ്ങനെയാണ് എടുക്കണേ? അതായത് ഈ ഇക്വേഷനിൽ ഐക്ക് നേരെ മുകളിൽ തന്നെ കിടക്കണം. അപ്പോൾ നമുക്ക് എന്താ, ഐ കൂടുന്നതിനനുസരിച്ച് വിയും കൂടും. എന്താണ്? ഐ കൂടുന്നതിനനുസരിച്ച് വിയും കൂടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐയും വിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു വി ആണ്. ദെൻ ഐയും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/R. ഇതാണ് നമ്മൾ എന്ത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോ ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ proportional to the voltage and inversely proportional to the resistance. അപ്പോൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റിൽ ഒന്നാമത്തെ എന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ്. ഇതാണ് എന്ത് ഓംസ് ലോയുടെ കേസിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ഉള്ള റിലേഷനും അതിൻ്റെ ഫാക്ടേഴ്സും ഓംസ് ലോയുടെ ഇതാണ്. ഇനി നമ്മൾ ഓംസ് ലോ പറയുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും ഇത് പറയുന്നത്. ഇതിലായിരിക്കും പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. എന്തായിരിക്കുള്ളൂ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കുള്ളൂ നമ്മൾ എന്ത് പറയുന്നത്? ഓംസ് ലോ പറയുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓംസ് ലോ എന്ന് പറയുന്ന ലോ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റെസിസ്റ്റൻസ് ആയിരിക്കും. അതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓംസ് ലോയുടെ ഇക്വേഷൻ നമുക്ക് V = IR എന്ന് പറയാം. അതായത് വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ എന്ന് പറയാം. ദെൻ ഓംസ് ലോയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഓംസ് ലോയുടെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കും. എക്സ് ആക്സിസിൽ നമ്മൾ വോൾട്ടേജും വൈ ആക്സിസിൽ നമ്മൾ കറണ്ടും ആയിരിക്കും എടുക്കണം. അപ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിൽ എടുക്കുമ്പോഴത്തേക്കും അതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും.